ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഇൻ്റർവ്യൂ വ്ളോഗാണ്. അപ്പം വൈകിട്ടാണ് ഇറങ്ങുന്നത്, നാളത്തേനാണ് എത്തേണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ പേപ്പർ പോലും എടുത്തിട്ടില്ല. ഞാൻ മറന്നുപോയെന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച് സത്യം പറഞ്ഞാൽ മറന്നുപോയി. എന്നിട്ട് ഞാൻ തിരിച്ചു വെക്കേണ്ട വരികയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. കൊച്ചു കുറേ നേരം എന്നെ നോക്കിക്കൊണ്ട് അവിടെ ചെന്ന് പാലക്കാട് ഞാൻ കൈകൊള്ളുണ്ട് ആളപ്പാടെ കഷ്ടപ്പെടാം. കൈയൊന്ന് നൈസായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നൈസായിട്ടില്ല, നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിലങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 5 മണിക്കാണ് നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രി 2 മണിക്കാണ് ട്രെയിൻ. അതാണ് എൻ്റെ സീക്രട്ട്. അപ്പം രാത്രി തന്നെ നമ്മൾ തലശ്ശേരി ഫുഡ് കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന് വെയിറ്റിംഗ് ആണ് രാത്രി 2 മണി വരെ. 2 മണി വരെ ഇരുന്നെങ്കിലും ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ രാത്രി ഫുള്ള് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഒരു പണിയൊന്നുമില്ല. ചേട്ടൻ എൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ ഒറ്റക്കല്ല. നമ്മൾ പാലക്കാട് പോവുകയാണ്. ആക്ച്വലി ഇൻ്റർവ്യൂ ഉണ്ട് ഗൈസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതായത് പെട്ടെന്ന് കഴിയണു, ഇൻ്റർവ്യൂ സർട്ടിഫിക്കറ്റ് വരുന്നു, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നു. എല്ലാം ഭയങ്കര പെട്ടെന്നായതുകൊണ്ട് ഒന്നും തന്നെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തിനാ അവിടെ ചെന്നിട്ട് പറയൂന്നു, എൻ്റെ അമ്മേ ടെൻഷൻ അടിച്ചപ്പോൾ സത്തു. ഞാൻ എന്തിനു പോയിട്ട് അവിടെ പോയിട്ടിരുന്ന് പറയൂ. അമ്മേ എനിക്ക് വയ്യ. ഞാനാണ് ടെൻഷൻ അടിച്ച് മരവിച്ചിരിക്കുക. ഇൻ്റർവ്യൂവിന് ടെൻഷൻ. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, പക്ഷെ എന്താണ് പറയണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻസ് മതിയല്ലോ, മതിയായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇപ്പോൾ ഉള്ളത് തലശ്ശേരിയിലാണ്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് വീട്ടിൽ നിന്ന് 5:30 ബസ് കയറിയതാണ്. ഇവിടെ എത്തി, ഫുഡ് കഴിച്ചു. ഇപ്പോൾ കുറച്ച് മണിക്കൂറായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഒരു 10 മണി 9:30 ആയപ്പോൾ എത്തിയതാന്ന് തോന്നുന്നു. 9:30 അതിന് മുന്നേ എത്തി. നമ്മളപ്പോൾ ഇൻ്റർവ്യൂവിന് പോകണം. പാലക്കാടാണ് പോകുന്നത്. പാലക്കാട് പോകാൻ കാരണം എല്ലാം ഒത്തു വന്നൊരു ജോബായിരുന്നു. അപ്പം വേറെ ഒരുപാട് വേക്കൻസികൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. കാരണം ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല, ഒന്നില്ലെങ്കിൽ ഒന്നുണ്ടാവില്ല. ഇതിപ്പം എല്ലാം ഒത്തു വന്നു ഒരു. സോ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിപ്പോൾ വണ്ടിയൊന്നുമില്ല പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് തലശ്ശേരി വരെ വരാൻ വേണ്ടിയിട്ട് വണ്ടിയൊന്നുമില്ല. രാത്രി 2 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. സോ ട്രെയിൻ ആ സമയത്ത് പുലർച്ചെ എത്തേണ്ടതുണ്ട്. രാവിലെ ഇൻ്റർവ്യൂ ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്തിന് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം 2 മണിക്ക് ട്രെയിന് രാത്രിയിൽ വന്നതാണ്. ഇനി ഫുൾ 2 മണി വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. എന്താ അവസ്ഥയല്ലേ എൻ്റെ അമ്മേ. അപ്പം എല്ലാം നല്ലത് വരട്ടെ. പരീക്ഷ അനുസരിച്ച് ആ ജോലി അങ്ങോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ദൈവമേ, ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് മരവിച്ചില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ എല്ലാം ഒരു സമയം നടക്കണ്ടല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വരുന്നോട് തിരിച്ച് നടക്കട്ടെ. ദൈവമേ എനിക്ക് പേടിയായിട്ട് വയ്യ. ഇൻ്റർവ്യൂ ഞാൻ എന്തൊരു ചെയ്യോ, കിട്ടുമോ ഇത് പഠിച്ചോനെ. ദൈവമേ കർത്താവേ, നമ്മ ഭാഷ എല്ലാവരെയും വിളിക്കേണ്ടി വരും. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റാണ്. ഈ രാവിലെ പാലക്കാട് എത്തിയിട്ട് അവിടുന്ന് കുളിച്ച് ഒരുങ്ങിയിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോയി. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വന്നു, ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് വന്നതേ ഉള്ളൂ. ആക്ച്വലി അടുത്ത മാസമാണ്, ഈ മാർച്ച് ലാസ്റ്റാണ് നമ്മുടെ മറ്റേ കുപ്പിയൊക്കെ വെച്ചിട്ട് ആ പരിപാടി. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇതുണ്ട്. അപ്പം അവർ കുറേ പ്രാവശ്യം വന്നപ്പോഴത്തേനും എന്താ പറയുക, പെട്ടെന്ന് അയച്ചു തന്നു. അത് തുറക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. കാരണം ഇൻ്റർവ്യൂവിന് വരണ്ടേ. സോ സമയം കിട്ടിയില്ല. ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇതായിപ്പോയി. 2 ദിവസത്തിന് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ എന്ത് സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഇപ്പം പോകുന്നത്. അത് തുറന്നിട്ട് പോലും ഞാൻ ഇപ്പോൾ തുറക്കാമെന്ന് വിചാരിക്കണം. വീട്ടിൽ തുറക്കാൻ സമയം കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് തുറക്കാൻ സമയം കിട്ടിയില്ല. ഓരോ കാര്യങ്ങളായിട്ട് വീട്ടിലെ കാര്യങ്ങൾ, പോകുന്നതിന് തിരക്ക്, ഇതൊക്കെ ആയിട്ട് ഭയങ്കര അങ്ങോട്ട് ബിസി ആയിപ്പോയി. അപ്പം നമുക്കത് ഇവിടെ വെച്ച് തുറക്കാമെന്ന് വിചാരിക്കണം. പൊട്ടിച്ചിട്ടില്ല. നാളെ അടുത്ത് സമയത്ത് തുറക്കാൻ പോലും സമയമില്ല. എന്തായാലും 2 മണി വരെ ഞാൻ ഇവിടെ ചത്തുകൂത്തിരിക്കണം. നമുക്ക് തുറക്കാം. ഓക്കെ, ഞാനതെങ്ങനെ തുറക്കുമോ? ഇതിവിടെ ഫോൺ വെക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പിടിക്കണ്ടേ, ഫോണ് കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ സർട്ടിഫിക്കറ്റ് പിടിച്ച് തുറക്കൂ. നോക്കട്ടെ, വെച്ച് തുറക്കാൻ പറ്റിയ സ്ഥലം നിങ്ങൾ നോക്കൂ. ഇതാണ് ഇവിടുത്തെ ദയനീയാവസ്ഥ. ഇവിടെ ഫോണ് വെക്കാൻ എനിക്കറിയത്തില്ല. ഓ മൈ ഗോഡ്. അത് പറഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ ഇടയിൽ പട്ടി കിടപ്പുണ്ട്. ശേ, പട്ടീൻ്റെ കുട്ടിയുടെ പട്ടീനെ കാണിച്ചില്ല. ക്യാമറ എങ്ങനെ തിരിച്ചാ കാണുന്നുണ്ടോ നിങ്ങൾ? ആ എഡ്ഡിയിൽ കിടക്കുന്നുണ്ടോ? യെസ്, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ചേട്ടനുണ്ട്. നമ്മൾ വെച്ച സിനിമയിലേക്ക് തിരിച്ചു പറയേണ്ടി വരും. അറിയുന്ന ആൾക്കാർക്കാണല്ലോ എൻ്റെ സ്വഭാവം അറിയത്തുള്ളൂ. ഞാൻ ഇങ്ങനെ അലിയിരിഞ്ഞെല്ലാം നടക്കാമെന്ന് വിചാരിച്ചിട്ട് പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടിടും. അറിയാത്ത ആൾക്കാർക്ക് ഓക്കെ. അപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് പൊട്ടിക്കാം. എൻ്റെ അമ്മേ, എവിടെ വെച്ച് പൊട്ടിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല.
ഞാനെന്തെങ്കിലും ഇരിക്കുന്നതിനല്ലേ അറവക്ക സ്ഥലമില്ല ഗൈസ്. ഇതാണ് എനിക്ക് ഏല് കിട്ടുന്ന സ്ഥലം. അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റ്, അയ്യോ എൻ്റെ കാല്, സർട്ടിഫിക്കറ്റ് നമ്മൾ പൊട്ടിക്കുമ്പോൾ ബോർഡ് ഉണ്ട്, മറ്റേ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഏരിയ ആണ്. അത് നമ്മൾ എന്താണ് പറയാൻ മറന്നു. നമ്മൾ സാധനം പൊട്ടിക്കുകയാണ് ഗൈസ്. ഇത് ആക്ച്വലി ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. വന്നിട്ട് വീട്ടിൽ വന്നേ പിന്നെ പൊട്ടിച്ചിട്ടില്ല, കേൾക്കണുണ്ടല്ലോ അല്ലേ, ഇതുവരെ സാധനം പൊട്ടിച്ചില്ല. ഇപ്പോഴാണ് നമ്മൾ പൊട്ടിക്കാൻ വന്നത്. സർട്ടിഫിക്കറ്റ് വന്നിട്ട് പിന്നെ സമയം കിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു. എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ സ്ഥലമൊക്കെ വന്നതാണ്, പക്ഷേ വേക്കൻസികൾ ഒത്തിരി വന്നു. നമുക്ക് ഡെയിലി ഒരു 10 വേക്കൻസികൾ വരും, പക്ഷെ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് എനിക്ക് ഡിഗ്രി ഇല്ല, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കോഴ്സ് എടുത്തത്. സെക്കൻഡ്, ഡിഗ്രി ഇല്ലാത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഡിഗ്രി ആവശ്യപ്പെടുന്നുണ്ട് ചില വേക്കൻസികളിൽ, പക്ഷെ എല്ലായിടത്തും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നത് വേക്കൻസി വരുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എല്ലാം ഒത്തു വന്നൊരു സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയപാടെ ഞാൻ അങ്ങോട്ട് ചാടി പിടിച്ച് കൊള്ളാം, എനിക്കിങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്ത്. അത് ഇത്ര ദൂരം, ദൈവത്തിനോട് നമുക്ക് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂവിന് പോവാം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നമ്മളിത് പൊട്ടിക്കാൻ പോകണം. പറഞ്ഞ് അങ്ങോട്ട് എത്തി. ഇത് കൊറിയർ വന്ന സമയത്ത് തുറന്ന് പൊട്ടിക്കാൻ പോലും സമയം കിട്ടില്ല. ഞാൻ തിരക്കായി പോയി. ഇത് പൊട്ടിക്കാൻ ഇതിനകത്ത് പണിയുള്ളതെന്ന് പറയാം, പക്ഷെ തിരക്കായി പോയി. ആക്ച്വലി വീഡിയോ എടുക്കണമല്ലോ പൊട്ടിക്കുമ്പോൾ, എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല, അതാണ് സംഭവിച്ചത്. പറഞ്ഞു അങ്ങനെ എത്തി. ഞാൻ പൊട്ടിക്കട്ടെ ഗൈസ്. ഇതിപ്പോൾ എവിടെ വെക്കും? ഇങ്ങനെ വച്ചാലല്ലേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. ഈ ഇതിനെ പറ്റിയ ധാരണയൊന്നുമില്ല. ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇത് പൊളിക്കണം തോന്നുന്നു. ഇത് ഞാൻ വലിച്ചു കയറി പൊളിച്ചു. ഇനി വേറെ ഇരിക്കുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് കേട്ടോ, എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ പൊട്ടിക്കാം? അതേപോലെ എൻ്റെ മുടിയെല്ലാം പോയി ഇതിലോട്ട് ഇരിക്കുന്നു. എനിക്ക് വീഡിയോ എടുത്ത് പൊട്ടിക്കണമെന്ന് ആ ഒരു ഇത് കിട്ടുന്നില്ല. എന്തൊരു നിവൃത്തികേടാ അല്ലേ? അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് കൊറിയർ വന്നതും ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ഒരുമിച്ചായിരുന്നു. സോ എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും തന്നെ സമയം കിട്ടിയില്ല. ആക്ച്വലി ഇപ്പം ഞാനുള്ളത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ. ഇതിൽ പേപ്പർ ഉണ്ടോയെന്ന് പോലും അറിയില്ല. പോക്കാണ്ടാണ് ഇൻ്റർവ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോണത്. നശിപ്പിക്കുമോ? പേടിക്കണ്ട സാറ്. ഇത് കീറി പണ്ടാരം അടങ്ങുന്നാ തോന്നുന്നത്. ഞാനിതെങ്ങനെ പൊളിക്കും? ഭയങ്കര ഒച്ചയൊക്കെ വരുന്നു. ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട്. അയ്യോ, എൻ്റെ ശ്രദ്ധയില്ല. ഞാൻ ക്യാമറയിലോട്ട് നോക്കുന്നു, ഇതിലോട്ട് നോക്കുന്നു, ഇതിലോട്ട് നോക്കുന്നു, ഇതിലോട്ട് നോക്കുന്നു. കുത്തിപ്പിടിച്ചാകെ ഇതായിപ്പോയി. എന്തോ വീഡിയോ എടുക്കുന്നു. ഒന്നല്ലേ ചേച്ചിയെ, ഈ ഒച്ചയാണോ? ഇതിന്റെ ഒച്ചയാണോ? ആ, വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. ചേട്ടായി പോയി. ഞാൻ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുന്നു വിചാരിക്കരുത്. എന്റെ മന്നങ്ങളിയാണത്. കിട്ടിട്ടാ. ആക്ച്വലി എന്തെങ്കിലും പഠിച്ചിട്ട് നമുക്ക് ഇതിന്റെ പേപ്പർ കിട്ടുമ്പോണ്ടല്ലോ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറൊരു ഇതാണ്. തീർന്നു ഇനി ഒന്നുമില്ല. ഇതെന്താ 2 ഉണ്ടല്ലോ? ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. നോക്കാം. നമ്മുടെ മെയിൻ സർട്ടിഫിക്കറ്റ്. ഇതിപ്പോൾ എങ്ങനെ നിങ്ങൾ കാണിക്കുക? ഈ വെട്ടം അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് കാണുമ്പോൾ ഒരു സന്തോഷം.
ഈ സൈഡിൽ നമ്മുടെ സബ്ജക്റ്റ് ആക്ച്വലി 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ചെറിയൊരു സബ്ജക്റ്റ് അതൊക്കെ ഞങ്ങൾ പഠിക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ 16 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 16 മൊഡ്യൂളായിരുന്നു. അപ്പം അതിൻ്റെ മാർക്കാണ്. പാസൊക്കെയാണ്. നോക്കൂ, കാണാൻ പറ്റുന്നില്ലേ? ഞാൻ അതൊന്നും കാണിച്ചില്ല. ഇരുണ്ടിരിക്കുന്നേ. അപ്പൊ അത് ഞാൻ കാണിക്കാം. ചേട്ടൻ നോക്കുകയാണ്. ഇതെന്താണ്? ഇത് കിച്ചനെ ക്ലോസ് ആയിട്ട് കാണിക്കാം. അവിടെ ഭയങ്കര ഒച്ചപ്പാടപ്പ, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. കലവില എന്ന് പറഞ്ഞു. എന്റെ തറവാട് സ്വത്തല്ല എനിക്കറിയാം. അയ്യോ, ഇത് ഇവിടെ കേൾക്കണല്ലേ. എന്റെ ഇരിപ്പ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, വേറെ സൗകര്യം ഇല്ലാത്തതാണ്. അയ്യോ, മൈക്ക് ഓഫ് ആയോ? ഇല്ല, ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് മെയിൻ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 16 17 എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ കൂടാഞ്ഞിട്ട് ഫൈനൽ എക്സാം വേറെ സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ തന്നെ കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ്. സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഇതൊരു ചെറിയൊരു ലെറ്ററിൽ എന്തോ ഉണ്ട്, നോക്കട്ടെ എന്തോ നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ആണെന്ന് തോന്നുന്നു. MS ഓഫീസ്, ടാലി, എക്സൽ, പവർ പോയിന്റ് അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അതിൻ്റെയാണിത്. സോ ഇത്രയൊക്കെയുള്ള സർട്ടിഫിക്കറ്റിന് നമ്മുടെ ഹാൻഡ് ബോക്സ് ആക്ച്വലി കാണുമ്പോൾ ഭയങ്കര റിച്ച് ഫീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലേ എനിക്ക് സെറ്റായിട്ട് അവർ നമ്മുടെ സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടില്ലേ. ഞാൻ ആക്ച്വലി എന്നെ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് ഇങ്ങോട്ടിരിക്കും അല്ലേ? അല്ല, ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. ക്യാമറയിലോട്ട് നോക്കാന്ന് വെച്ചാൽ എനിക്ക് ക്യാമറയിലോട്ട് നോക്കാൻ പറ്റുന്നില്ല. ക്യാമറയിലോട്ട് നോക്കുമ്പോൾ അറിയാണ്ട് എൻ്റെ ഈ സുന്ദരമായ മുഖത്തോട് എൻ്റെ കണ്ണിങ്ങോട്ട് പോകും. സോറി, BSMTൻ്റെ ഇതിലുള്ളതാണ്. ISO സർട്ടിഫിക്കറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ്. ഞാൻ തന്നെ ചൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ തന്നെ ചൂസ് ചെയ്ത കോഴ്സ്, ഞാൻ തന്നെ ചൂസ് ചെയ്ത എല്ലാം ഞാൻ തന്നെ ചൂസ് ചെയ്തു. വീട്ടിൽ കുത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് നമുക്ക് പോവാം, ഞാൻ പഠിക്കാൻ പോവാം, എന്നെ ആരും ഇതാക്കണ്ട, എനിക്കിപ്പോൾ ജോലിയാണ് അത്യാവശ്യം, എനിക്ക് ഡിഗ്രി പഠിച്ച് 3 കൊല്ലം കളയാൻ പറ്റത്തില്ല, ഡിഗ്രി ഇത് കഴിഞ്ഞിട്ടാണ് അല്ലെ ഡിസ്റ്റൻസ് പഠിക്കാമല്ലോ എന്ന് വാശി പിടിച്ചിട്ട് ഞാൻ പോയതാണ്. ആക്ച്വലി എൻ്റെ വീട്ടുകാരെന്നെ അതൊക്കെ വലിയ കഥ ഞാൻ പിന്നെ പറയാം. എന്നെ വീട്ടിൽ കുത്തിയിരുത്താനായിരുന്നു പ്ലാൻ. ഓക്കെ, നമ്മൾ പിടിച്ച് നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെ ഇപ്പോൾ പറയാം. നമുക്കൊരു ചുരുക്കി വെക്കട്ടാ, കട്ട് ചെയ്തോളാം. നമുക്ക് പിന്നെ കട്ട് ചെയ്തോളാം. വളരെ സന്തോഷവതിയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടുകൊണ്ടല്ല, നമ്മൾ ഇന്റർവ്യൂവിന് പോയി ജോലി കിട്ടിയാലായിരിക്കും സന്തോഷം ഉണ്ടാവുക. ജോലി കിട്ടുമെന്നൊന്നും അറിയില്ല. എൻ്റെ ബായ് ടെടി പോലെ ഇരിക്കും കാര്യങ്ങൾ. നമുക്ക് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. എന്തരാവുകൊണ്ട് ജോലി കിട്ടിയാൽ മതി. കിട്ടും, ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷെ എന്ത് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ലടാ, നമുക്ക് പോവാം. ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കണുണ്ടോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ വളവളാന്ന് പറയുന്നുണ്ട്. നമുക്കിത് തിരിച്ച് പെട്ടിയിലോട്ടാക്കാം. നാളെ നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കേണ്ടതാണ്. അയ്യോ, ഇതെന്താ ഊരിപ്പോന്നോ? എൻ്റെ അമ്മേ, എന്തത് ഊരിപ്പോന്നു? എനിക്ക് വയ്യ. പറഞ്ഞതുപോലെ നാളെയാണ് ഇന്റർവ്യൂ. പാസ്സാവോ ഫെയിലാവോ ജോലി കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ ഇതും കൊണ്ട് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് പോവാണ്. നമുക്ക് പാലക്കാട് എന്നിട്ട് ഇന്റർവ്യൂ എങ്ങനെയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് വേറൊരു വ്ളോഗിൽ പറയാം. എല്ലാം കൂടി ഒരു വ്ളോഗിൽ തങ്ങത്തില്ല, വേറെ വ്ളോഗിൽ പറയട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇന്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ, പൊട്ടിയോ പാസ്സായോ ഫെയിലായോ, ഇന്റർവ്യൂവിൽ അവർ നമ്മൾ എടുക്കുമോ, ജോലി കിട്ടുമോ, എല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച സ്ഥാപനത്തിനായിട്ട് ഞാൻ ഭയങ്കര ഓക്കെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരിതായിരുന്നു.
സർട്ടിഫിക്കേഷൻ ആയിക്കോളും ഇന്റർവ്യൂ എന്നാണ് അതിന്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് കുറെ കഴിച്ചു എല്ലാം കൂടെ എനിക്ക് ഓക്കെ എല്ലാവർക്കും ഓക്കെ ആവുമെന്ന് എനിക്കറിയാം എനിക്ക് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി ചോദിക്കുക. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ സ്റ്റുഡൻസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബൈ ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഇന്റർവ്യൂവിന് പാസ്സായോ ഫെയിലായോ ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അത് ഇനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പൊട്ടിയാലും അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യും. അപ്പം ഈ പാസ്സായോ ജോലി കിട്ടിയോ എല്ലാം നമ്മൾ ഒരടുത്ത വ്ലോഗിൽ ഞാൻ പറയാം. ഇതായിരിക്കും നടക്കത്തുള്ളൂ. അപ്പം ഓക്കെ, പഠിക്കാൻ താല്പര്യമുള്ളവർ, പഠിച്ചിട്ടിരിക്കുന്നവർ, ജോലി കിട്ടാത്തവർ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ, നാം പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ അങ്ങനെയുള്ളത് ട്രെയിനിലായിരുന്നു. മുടിയൊക്കെ പുറക്കുന്നുണ്ട്. എന്തായാലും അതിന് വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രെയിനിൽ സീറ്റില്ല. നമ്മള് വല്ല സ്ലീപ്പറും അങ്ങനെ ഒന്നല്ല ബുക്ക് ചെയ്യുന്നേ. 2 മണി കഴിഞ്ഞ് 2:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 മണിക്കായിരുന്നു ട്രെയിന്, സീറ്റില്ല. കുറെ ഇതിപ്പോ ലോക്കൽ. അപ്പൊ ഇവര് ദൂരെ നിന്ന് വരുന്നവര് ഇവിടെ കിടന്ന് അവിടെ ഉറങ്ങുക, ഒരു സീറ്റ് ഫുള്ളായിട്ട് ഉറങ്ങുന്നവരെ നമുക്ക് ഇവിടെ അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ. കിടന്നോട്ടെ, നമ്മള് കുറെ പേര് ഉറങ്ങുന്നുണ്ട്. ഞാൻ ഇപ്പൊ എവിടെ ഇരിക്കണേന്നല്ലേ, അവിടെ മറ്റേ സ്ഥലമില്ലേ അതിന്റെ ചോട്ടില് നിൽക്കാനൊന്നും പറ്റത്തില്ല. പാലക്കാട് തലശ്ശേരി പാലക്കാട് വരെ നമുക്ക് നോക്കി ഇവിടെ ഇരുന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. പാലക്കാട് വരെ ഇരിക്കണം, എവിടെയാണെന്ന് ഇരിക്കണം. ഞാൻ വലിയ കാര്യത്തിൽ കിടന്ന് അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നടന്നില്ല. രാവിലെ അവിടെ ചെന്നിട്ട് ഫ്രഷ് ആണ്, എന്നിട്ട് ഇന്റർവ്യൂവിന് പോകണം. എല്ലാം പ്രിപ്പയർ ചെയ്യട്ടെ, എല്ലാം പഠിക്കട്ടെ. ഓക്കെ, അങ്ങനെ കുറേ നേരത്തിന് ശേഷം എനിക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഇപ്പോൾ ഉറങ്ങാമെന്നും പറഞ്ഞു ഇരുന്നതാണ്. പക്ഷെ എനിക്ക് ഉറങ്ങാനായിട്ടില്ല. എൻ്റെ ചുറ്റിനുള്ളവരെല്ലാം വെറുതെ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങാണ്. ഒരു രാത്രി മൊത്തം അതിലിരുന്നിട്ട് എനിക്കൊരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് ടെൻഷനായിരുന്നു. രാവിലെ ഇനിയിപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം ഉറങ്ങാത്തതുകൊണ്ട് എന്തെങ്കിലും ആവുമോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ഉറങ്ങാതിരുന്നെങ്കിലും. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പാലക്കാട് എത്തി ഫ്രഷായി നമ്മൾ നേരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ടെൻഷനായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി നേരെ നമ്മൾ പാലക്കാട് നിന്ന് തിരിച്ച് തലശ്ശേരി എത്തി. നമ്മൾ നാട്ടിലെത്തി. നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ രാത്രി ഉറങ്ങാത്തോണ്ട് ഞാൻ പുറത്തോട്ട് ഛർദ്ദിക്കുന്നുണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല.